ക്ഷേത്ര സന്നിവേശത്തില് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് തൃക്കൂര് വന്നിട്ടുണ്ട്. ചെറിയ വയസ്സിലന്ന് രംഗനാഥാനന്ദ സ്വാമിയുടെ കൂടെ വന്നതാണ്. രംഗനാഥാനന്ദ സ്വാമിയുടെ കൂടെ ഇവിടെ വന്നതാണ്. അപ്പം അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ഈ ഒരു അലൗകികമായ ദിവ്യക്ഷേത്രം, ഈ ക്ഷേത്രം ഇത്ര കണ്ട് നല്ലവണ്ണം ഉള്ളിൽ കണ്ട് പതിഞ്ഞ ഒരു ഓർമ്മയില്ല. മലയില് ഇരിക്കണ ആ മഹാദേവൻ വളരെ ദിവ്യമായ തപോമൂർത്തി. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. ഇവിടെ ഒരു ശക്തി പാർവതി ലീനമായിട്ടാണ്, പുറത്തില്ല. ഞങ്ങൾക്കൊക്കെ അരുണാചലത്തിൽ അങ്ങനെയാണ്, പുറത്ത് ദേവിയില്ല. അത് ഏകശിവക്ഷേത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ പൊതുവെ ഞങ്ങളെ പോലെയുള്ള സന്യാസികൾക്ക് വളരെ വളരെ ശ്ലാഘ്യമാണ്. അത് ഭഗവാൻ കൃപ കൊണ്ട് വിളിച്ചതാണെന്നാണ് കരുതുന്നത്. എന്താന്ന് വെച്ചാൽ യതികൾക്കുള്ള ക്ഷേത്രമാണത്. ശക്തി എപ്പോ ഉണ്ടോ അവിടെ കുറെ ലൗകികം കാര്യങ്ങള് അതിനൊക്കെ പ്രാധാന്യം ഉണ്ടാവും. ശക്തി ലീനമായി കഴിയുമ്പോൾ ശക്തി കൂടും. ആക്ച്വലി ശക്തി ലീനമായി കഴിയുമ്പോൾ അത് ജ്ഞാനമാണ്. മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ലോകകാര്യങ്ങളൊക്കെ നടക്കും, നമുക്കറിയാമല്ലോ. മനസ്സ് ഹൃദയത്തിൽ അടങ്ങിക്കഴിഞ്ഞാൽ ജ്ഞാനം. അപ്പൊ മനസ്സ്, അതാണ് അതിന്റെ സങ്കല്പം. മനസ്സ് പുറത്ത് പ്രവർത്തിക്കുകയും നമുക്ക് ധാർമ്മികമായ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശക്തി പുറത്തു നിൽക്കുന്നു. അതേ ശക്തി ഹൃദയത്തിൽ അടങ്ങുമ്പോൾ ശിവനിൽ ശക്തി ലയിക്കുമ്പോൾ, ലളിതാ സഹസ്രനാമമൊക്കെ അങ്ങനെയാണല്ലോ. ആരംഭം ശ്രീമാത്രേ നമഃ, അമ്മ എന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ പല ആഗ്രഹങ്ങളും പല കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. എല്ലാം കഴിഞ്ഞ് അവസാനം ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ, ലളിതാംബികായൈ നമഃ. അവിടെ ശിവശക്തി ഐക്യമാണ്. ശക്തി ശിവനിൽ ലീനയാവുകയാണ്. അങ്ങനെ രണ്ടും ഒന്നിച്ചുള്ള മൂർത്തി. പരമേശ്വരനെ തന്നെ ഒരു പേരുണ്ട്, മാതൃഭൂതേശ്വര സ്വാമി. എന്ന് വെച്ചാൽ അമ്മയുമാണ് അച്ഛനുമാണ്. രണ്ടും ഒരേ ഇടത്ത്. രണ്ട് സ്ഥലത്താണെങ്കിൽ അമ്മ തല്ലിയ അച്ഛന്റെ അടുത്തേക്കും അച്ഛൻ തല്ലിയ അമ്മയുടെ അടുത്തേക്കും പോവാം. നമുക്ക് പിതൈവ മാതൃതാം ഗതഃ എന്നാണ്. അച്ഛൻ തന്നെ അമ്മയായിട്ട് തീർന്നു, അമ്മ തന്നെ അച്ഛനായിട്ട് തീർന്നു. രണ്ടില്ല ഇവിടെ. അപ്പൊ അദ്വൈതം ആണ്. ഈ ശിവക്ഷേത്രത്തില് വന്ന് നമ്മളിപ്പോ എന്തു പറയും? ശിവഭക്തി എല്ലാവർക്കും ഉണ്ടാവണം. ശങ്കരാചാര്യർ ജനിച്ച മണ്ണാണ് നമുക്ക്. ശങ്കരാചാര്യർ 100 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. ശിവാനന്ദ ലഹരി. അതില് പരമേശ്വരന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതും അതാണ്, എനിക്ക് ഭക്തി തരൂ. ഭക്തി കിംന കരോതി അഹോ വനചരോ ഭക്താവതംസായത്തെ. ഭക്തി എന്ത് തന്നെ ചെയ്യില്ല. ഒരു വനചരൻ, കാട്ടാളൻ, കണ്ണപ്പൻ പരമഭക്തനായിട്ട് തീർന്നു. അപ്പൊ ഭക്തി കൊണ്ടെല്ലാം സാധിക്കും. ഭക്തി സിദ്ധിക്കണമെങ്കിൽ പഞ്ചാക്ഷരത്തിൽ നമുക്ക് പ്രിയ ഉണ്ടാവണം. ശിവനാമത്തില് നമുക്ക് പ്രിയ ഉണ്ടാവണം. അതൊരു വലിയ ഔഷധമാണെന്നാണ്. പരമേശ്വരന്റെ സ്വരൂപം തന്നെ പഞ്ചാക്ഷര സ്വരൂപമാണ്. നമഃശിവാഭ്യാം പരമ ഔഷധാഭ്യാം, നമഃശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വപുർധരാഭ്യാം നഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. ഇവിടെ ശങ്കരനും പാർവതി ഒരേ രൂപമാണ്. അവിടെ നമഃശിവാഭ്യാം പരമ ഔഷധാഭ്യാം. ഈ പഞ്ചാക്ഷരം ഒരു വലിയ മരുന്നാണ്. യാതേ രുദ്ര ശിവ തനൂഹു ശിവാ വിശ്വാഹ ഭേഷജീ. പരമേശ്വരന്റെ ഒരു വലിയ മരുന്ന് എന്താന്ന് വെച്ചാൽ ഈ പഞ്ചാക്ഷരമാണ്. ഭഗവാന്റെ സ്വരൂപം അത് തന്നെയാണ്. ശിവാ തനൂഹു, പരമമംഗളമായ ശരീരം. അപ്പോ നമ്മൾ ഭഗവാന്റെ നാമത്തിനെ, പഞ്ചാക്ഷരത്തിനെ ജപിച്ച ബുദ്ധി ശാന്തമാവും.
ബുദ്ധി സ്ഥിരാ ഭവിതും ഈശ്വരപാദപത്മസക്താ വധൂഃ വിരഹിണീവ സദാ സ്മരന്തി. സദ്ഭാവന സ്മരണ ദർശന കീർത്തനാദി സമ്മോഹിതേവ ശിവമന്ത്ര ജപേന വിന്ധ്യേ. ശിവമന്ത്ര ജപം ചെയ്ത് ഭഗവൻ നാമത്തിനെ ജപിച്ച് ബുദ്ധിയെ ശുദ്ധമാക്കി പരമേശ്വരനെ, ശിവനെ നമ്മളുടെ തന്നെ ഹൃദയത്തിൽ, നമ്മളുടെ ആത്മാവായിട്ട്, നമ്മള് ശവമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ ശരീരം ആണ് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. ജ്ഞാനം വരുമ്പോ ഈ ശരീരം ഞാനല്ല, ഞാൻ ശിവമാണ്, ശുദ്ധ ചൈതന്യമാണ്, ആത്മാവാണ് എന്നറിയുമ്പോ എനിക്ക് ജനനമോ മരണമോ സുഖ ദുഃഖാദികളോ ഒന്നുമില്ല. പരമശാന്തി ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. അതാണ് ശിവ ആനന്ദ ലഹരി. അതുകൊണ്ട് ആ ശിവ ആനന്ദ ലഹരി നമുക്കൊക്കെ ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അതോടുകൂടെ നമുക്ക് ജീവിതത്തിലും ധാർമ്മികമായ സൗഖ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മളും കൂടെ ഭഗവാനെ ഒന്ന് പിടിക്കണം. പിടിക്കണത് എങ്ങനെ പിടിക്കും? ഭഗവാനെ ഏത് വിധത്തിൽ പിടിക്കാൻ പറ്റും? അമ്പലത്തിൽ വരുമ്പോ ഭഗവാന്റെ ആ ദിവ്യ സന്നിധിയിൽ നിൽക്കാം. നോക്കൂ, ഇത്തരത്തിലുള്ള ക്ഷേത്രമൊന്നും എവിടെ പോയാലും കാണാൻ ഒക്കില്ല. ഇതൊക്കെ കേരളത്തിന്റെ സവിശേഷതയാണ്. ഇവിടെ വരുമ്പോ തന്നെ നിങ്ങൾ ധ്യാനമൊന്നും പഠിക്കുകയൊന്നും വേണ്ട. ഈ സന്നിധിയിൽ വന്നാ മതി, ഇവിടെ വന്ന് നിന്നാ മതി. എനിക്കിപ്പോ വളരെ സന്തോഷം തോന്നുന്നു. അവര് വിളിച്ചതും